ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് കിട്ടിയത് കുറച്ച് വേസ്റ്റ് കുറവായിരുന്നു, പച്ചക്കറി വേസ്റ്റ്. പക്ഷേ ഇതിൽ കൂടുതലും ബീട്രൂട്ടും ക്യാബേജും എല്ലാം ആയിരുന്നു. കുറച്ച് വെള്ളിരിക്കയെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഭക്ഷണം ഇവർക്ക് കൊടുക്കുന്ന രീതികളെല്ലാം തക്കാളി, പിന്നെ ബീട്രൂട്ടും ക്യാബേജുമാണ് നമ്മൾക്ക് കണ്ടിരിക്കുന്നത് ഇതിൽ കൊടുക്കാനുള്ളതായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കാവുന്നതാണ് എങ്ങനെയെല്ലാം ചെയ്യുന്നു എന്നുള്ളത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഈ ഇലകളെല്ലാം അവർ കുറച്ച് തിന്നോളും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ കൊണ്ടുവന്ന് കൊട്ടുന്നത് കാണിച്ചിരുന്നല്ലോ നിങ്ങൾക്ക്. അതിൽ ഒരു വേസ്റ്റ് പോലും ഇവിടെ കാണാനില്ല, കണ്ടോ? പരിസരമെല്ലാം കണ്ടോ? അതേ സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ വീണ്ടും കൊട്ടിയിരിക്കുന്നത്. പയറും എല്ലാം ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതെല്ലാം തിന്ന് തീർത്തു. ഇതിപ്പോൾ നാളെ രാവിലെ വീണ്ടും കൊണ്ടുവന്ന് കൊട്ടുമ്പോഴേക്കും അതേമാതിരി മൊത്തം തിന്ന് തീർത്തിട്ടുണ്ടാവും. ഇവരുടെ മെയിൻ ഭക്ഷണം ഇത് തന്നെയാണ്. ഇതിന് പുറമെ ഞാൻ കുറച്ച് ഗോതമ്പോ മറ്റോ വൈകുന്നേരം കൊടുക്കും. ബാക്കി ഫുഡെല്ലാം അവരുടെ ഇത് തന്നെയാണ്. കുറച്ച് എണ്ണം കുറഞ്ഞതുമാതിരി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ശരിയാണ്. ഒരു 10-12 എണ്ണത്തെ ഞാൻ കൊടുത്തു. കുറച്ച് പണത്തിൻ്റെ അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു 10-12 എടുത്ത് കൊണ്ടുപോയി വിൽക്കുകയുണ്ടായി. ബീട്രൂട്ട് ഇതുപോലെ നൈസായിട്ട് അരിയണം. ക്യാബേജ് നമ്മൾ വീട്ടിൽ ക്യാബേജ് നമ്മൾ ഉപ്പേരി വയ്ക്കാനായിട്ട് അരിയുന്ന മാതിരി തന്നെ നൈസായിട്ട് അരിയുക. അത് വിതറി കൊടുത്താൽ മതി, നന്നായി കഴിക്കുക. ചെറിയ പീസാകുമ്പോൾ വേഗത്തിൽ കഴിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടാലും അവർ കഴിക്കും. അത് വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളും രീതികളൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. എല്ലാവരും ഇപ്പം എണ്ണം കുറഞ്ഞപ്പോൾ എന്തോ എനിക്കും മനസ്സിലൊരു വിഷമമുണ്ട്. വീണ്ടും കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ.